ഇന്ന് ഓസീസിനെതിരെ അഫ്ഗാൻ ജയിച്ചപ്പോൾ ഓസ്ട്രേലിയൻ ടീമിന് പണിയായിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യക്കും ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. അഫ്ഗാന്റെ ഒരൊറ്റ വിജയം പോയിന്റ് ടേബിൾ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇന്നലെ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഇന്ത്യ 95% സെമി ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ അഫ്ഗാൻ ഇങ്ങനെ കളി ജയിക്കുമെന്ന് ആരും കരുതിയില്ല. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ 3 ടീമിനും കയറാൻ സാധിക്കും. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൂപ്പർ 8-ൽ ഒരു ടീമിന് 3 കളിയുണ്ട്. ഓരോ കളിക്കും 2 പോയിന്റ് കിട്ടും. നിലവിൽ ഇന്ത്യയുടെ 2 കളി കഴിഞ്ഞു. 4 പോയിന്റ് ഇന്ത്യക്കുണ്ട്. ഇനി ഇന്ത്യക്ക് ബാക്കി ഓസ്ട്രേലിയയുമായിട്ട് ഒരു മാച്ച് ഉണ്ട്. ഇന്ന് ഓസ്ട്രേലിയ തോറ്റപ്പോൾ ഇന്ത്യക്കും പണിയായിരിക്കുകയാണ്. അടുത്ത മത്സരം ഓസ്ട്രേലിയയും ഇന്ത്യയുമാണ്. ഈ മാച്ചിൽ ഓസ്ട്രേലിയ തോറ്റാൽ അവർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താണ്. അതേസമയം ഓസ്ട്രേലിയ ജയിച്ചാൽ അവർക്കും 4 പോയിന്റ് ആകും. നിലവിലിപ്പോൾ ഇന്ത്യക്കാണ് 4 പോയിന്റ് ഉള്ളത്. ഓസീസ് ജയിക്കുമ്പോൾ പോയിന്റ് ടേബിളിൽ 2 ടീമുകളും തുല്യരാകും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അഫ്ഗാന്റെ മാച്ചായിരിക്കും നിർണായകം. അഫ്ഗാനും ബംഗ്ലാദേശുമായിട്ട് ഒരു മാച്ചും കൂടിയുണ്ട്. ആ മാച്ചിൽ അഫ്ഗാൻ ജയിച്ചാൽ അവർക്കും 4 പോയിന്റ് ആകും. ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യ, ഓസ്ട്രേലിയ, അഫ്ഗാൻ ഈ 3 ടീമിനും 4 പോയിന്റ് ആയിരിക്കും. ഈ സമയം നെറ്റ് റൺ റേറ്റ് കൂടുതൽ ആർക്കാണോ ആ ടീമുകളായിരിക്കും കയറാൻ പോകുന്നത്. ഇതിപ്പോൾ ഇന്ത്യക്കും പണിയായിരിക്കുകയാണ്. ഇന്ത്യക്ക് ഓസീസിനെതിരെ ജയിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയും പുറത്താകാൻ സാധ്യതയുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയൻ ടീമിന് മാത്രമല്ല ഇന്ത്യക്കും കൂടിയാണ് പണി തന്നിരിക്കുന്നത്. നിലവിലിപ്പോൾ ഇന്ത്യക്ക് നെറ്റ് റൺ റേറ്റ് കൂടുതലുണ്ട്. പക്ഷേ ഒരു മാച്ച് കൊണ്ട് നെറ്റ് റൺ റേറ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. ഒരുപക്ഷെ ഇന്ത്യ നാളെ ഓസ്ട്രേലിയ തോൽപ്പിച്ചാൽ ഓസ്ട്രേലിയ പുറത്താകും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും അഫ്ഗാനും സെമിയിലെത്തും. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കാം, ആര് കയറുമെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് അഫ്ഗാൻ കളി ജയിച്ചതാണ് എല്ലാറ്റിനും കുഴപ്പമായത്. ഇന്ന് അഫ്ഗാൻ തോറ്റിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും ഓട്ടോമാറ്റിക്കലി സെമിയിലെത്തിയേനെ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.